ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ടോക്സ് കൈകാര്യം ചെയ്യുന്നത് ഗൂഗിൾ പേയുമായി സംബന്ധിച്ച ഒരു അപ്ഡേറ്റ് ആണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് ആപ്പുകളാണല്ലോ ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ എന്നിവ. ഗൂഗിൾ പേ ആണ് തങ്ങളുടെ സേവനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് RBIയുടെ ശക്തമായ നിലപാടുകൾ കാരണം പേടിഎം ആപ്പ് നേരിട്ട നടപടികൾ നമ്മളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണല്ലോ. ഗൂഗിൾ പേ തങ്ങളുടെ സേവനം പൂർണ്ണമായും ചില രാജ്യങ്ങളിൽ നിർത്തലാക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റ് പേയ്മെൻറ്റ് ആപ്പുകളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ സംവിധാനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് ഈ ഗൂഗിൾ പേ. ഗൂഗിൾ പേ ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ക്രമക്കേട് നടത്തുവാനോ ഉള്ള സാധ്യത തുലവും കുറവാണ് എന്നത് തന്നെയാണ് ഗൂഗിൾ പേയെ മറ്റുള്ള ആപ്പുകളിൽ നിന്നും സുരക്ഷിതമായ ആപ്പ് എന്ന വിശ്വാസ്യത നേടാൻ സഹായിച്ചത്. എന്നാൽ ഗൂഗിൾ പേ ഇപ്പോൾ പറയുന്നത് തങ്ങളുടെ സർവീസ് തങ്ങൾ സിലക്ട് ചെയ്ത രാജ്യങ്ങളിൽ പൂർണ്ണമായും നിർത്തലാക്കുകയാണെന്നാണ്. ഭാരതത്തിൽ ഗൂഗിൾ പേ എന്നതുപോലെ അമേരിക്കയിലെ ഏറ്റവും പ്രചാരത്തിലുള്ള ആപ്പാണ് ഗൂഗിൾ വാലറ്റ്. അമേരിക്കയിൽ ഭൂരിഭാഗം ആൾക്കാരും ഗൂഗിൾ വാലറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്ക അടക്കമുള്ള ചില രാജ്യങ്ങളിൽ ഗൂഗിൾ പേയുടെ സംവിധാനം അല്ലെങ്കിൽ പ്രവർത്തനം പൂർണ്ണമായും നിർത്തലാക്കാനാണ് ഗൂഗിളിൻ്റെ തീരുമാനം. അതിനു പകരം ഗൂഗിൾ പേയിൽ നിന്നും ഗൂഗിൾ വാലറ്റിലേക്ക് മാറുവാൻ ഉപഭോക്താക്കളോട് ആൾറെഡി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങളിലും ഇത്തരമൊരു കടുത്ത തീരുമാനത്തിൽ ഗൂഗിൾ പേ എത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ ഗൂഗിൾ പേയുടെ ഉപയോഗം നിലനിർത്തും എന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഭാവിയിൽ ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ എന്ന ആശങ്ക ഇപ്പോൾ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലുണ്ട്. ഡിജിറ്റൽ പേയ്മെൻറ്റുകളുടെ കാര്യത്തിൽ വളരെയധികം മുന്നേറിയ നമ്മുടെ ഭാരതത്തിൽ ഇന്നിപ്പോൾ ഒരു സാധാരണ മാർക്കറ്റ് മുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ വരെ പേയ്മെൻറ്റ് നടത്തുന്നത് ഗൂഗിൾ പേ തുടങ്ങിയ ആപ്പുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഓൺലൈൻ വാലറ്റ് സംവിധാനം നിർത്തലാക്കുകയാണെങ്കിൽ കൗണ്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷനെ അത് കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഇന്ത്യക്കാർക്ക് ആശ്വസിക്കാൻ തൽക്കാലം ഇന്ത്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ ഗൂഗിൾ പേയുടെ സേവനം തുടരും എന്ന് തന്നെയാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ അപ്ഡേറ്റുകൾ അറിയുന്ന മുറയ്ക്ക് ടോക്സ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.